മഹാനുഭാവൻ ജീവിച്ചിരിപ്പുള്ള കാലം ചെറുവാളൂർ ഉസ്താദിന്റെ ഗുരുനാഥനും കൂടിയാണ്. അപ്പൊ അന്ന് ബഹുമാനപ്പെട്ടവർക്ക് വയറിന്റെ ഉള്ളിലോ മറ്റോ അതിശക്തമായ വേദനയും പ്രയാസവും വന്ന് സർവ്വ ഡോക്ടർമാരും ഓപ്പറേഷൻ അടിയന്തരമായി ചെയ്യണം, ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് മരണം സംഭവിക്കും എന്ന് പറഞ്ഞൊരു സമയത്ത് മഹാനായ ശൈഖുനയോട് പറഞ്ഞു, ഉസ്താദേ എങ്ങനെയാ പറഞ്ഞത്? നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾക്ക് വേണ്ട ഡോക്ടർമാർ ഇന്ന് രാത്രി വരും, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവണ്ട, വീട്ടിൽ തന്നെ നിങ്ങൾ നാട്ടിലൂടെ നടന്നാൽ മതി, നിങ്ങൾക്ക് ചികിത്സയും ഓപ്പറേഷനും ഒക്കെ ഇന്ന് നടക്കുന്നു പറഞ്ഞു. കേട്ടില്ല നിങ്ങൾ? ഈ ജാതി ബഡായി പൊട്ടിച്ചുമ്പോ ഒന്നെങ്കിൽ ഇത് ചെയ്ത് കാണിച്ചു തരണം. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ട് എന്ന് പറയലല്ല. ഈ പറയുന്ന ഹുദവി അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇങ്ങനെ നടന്നു എന്ന് കാണിച്ചു തരാം, നടത്തി കാണിച്ചു തരണം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയല്ലേ. എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ കാര്യം? ഇയാളൊക്കെ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, എന്നിട്ടും ഈ ജാതി കോമാളിത്തരം വിളിച്ച് പറയാനുള്ളൂ എന്ന് ആലോചിക്കുമ്പോഴാണ്. ചെറുവാളൂർ ഉസ്താദ് സ്വന്തം അനുഭവം അത് എഴുതി വെച്ചു. ഞാൻ ഉസ്താദിന് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ എന്തായാലും ഈ അനുഭവങ്ങളൊക്കെ ഒരു പുസ്തകമായിട്ട് ഇറക്കണം എന്ന് പറഞ്ഞു. ചെറിയൊരു ബുക്കിലിട്ട് ഉസ്താദ് എഴുതിയിട്ടുണ്ട്. അത് ശരിയാ. ഇയാളൊക്കെ മരിച്ചു പോയാൽ ഇയാളെ പോലെ ശിർക്ക് പ്രചരിപ്പിക്കാൻ ആളില്ലാതെ വന്നാലോ എന്നുള്ള ബേജാറിൽ ഒരു ബുക്ക് എഴുതിയേക്കാൻ പറഞ്ഞു എന്നാ പറഞ്ഞത്. എന്നാ പിന്നെ ആരെങ്കിലും വായിച്ചിട്ടേലും നരകത്തേക്ക് പോകലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവല്ലോ മൂപ്പർക്ക്. വലിയ ഒരു അനുഭവ കഥ ബഹുമാനപ്പെട്ടവർ എഴുതിക്കൊണ്ടിരിക്കാൻ. അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. പറയാം, അന്ന് രാത്രി ഇതൊരു പള്ളി പറഞ്ഞു തൃശ്ശൂർ ജില്ലയിലെ, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി. ഇതിപ്പോ കാന്തപുരത്തിന്റെ അനുയായികളും കുരുവട്ടൂരികളും മടവൂര് എന്നറിയപ്പെടുന്ന ചിത്തിരേത്ര അവോക്കറിനെ കുറിച്ച് പറയുന്ന പോലെ മായാവി കഥകൾ പറയാണ്. അവര് പറയുമ്പോ ഇദ്ദേഹത്തിനൊക്കെ എന്താണ്, അത് ശരിയല്ല, പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്നുള്ള അഭിപ്രായക്കാരാണ് മൂപ്പരൊക്കെ. പക്ഷെ മൂപ്പര് പറയുമ്പോൾ കുഴപ്പമില്ല. രാത്രിയിൽ ആരോ വന്നിട്ട് എന്ത് ചെയ്തു എന്നാ പറയണത്, മൂപ്പര് വയറിന് വേണ്ട ചികിത്സ ഒക്കെ നടത്തി ഓപ്പറേഷൻ ഒക്കെ നടത്തി പോയി എന്നാണ് പറയാൻ പോണത്. അപ്പോൾ അതിലും വലിയ, എഴുതിയതിലും വലിയ ബുക്ക് ഇനി എഴുതാൻ പോണുള്ളൂ. അനുഭവ കഥ ബഹുമാനപ്പെട്ടവർ എഴുതിക്കൊണ്ടിരിക്കാൻ. അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. പറയാം, അന്ന് രാത്രി ഇതൊരു പള്ളി പറഞ്ഞു തൃശ്ശൂർ ജില്ലയിലെ. കേട്ടല്ലോ, കളവ് പറയുമ്പോൾ എങ്ങനെയാണ്, അത് എവിടെയാണ് എന്താണ് എന്നൊരു അഡ്രസ്സൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് സമസ്തക്കാർ കളവ് പറയുമ്പോൾ പച്ച കളവല്ലാതെ പറയൂല. എന്നാൽ ഈ പറയണതിന് എന്തെങ്കിലും തെളിവ് കൊണ്ടുവരോ അതുമില്ല. എവിടെ പള്ളി? തൃശ്ശൂർ ജില്ലയിലെ ഏതോ ഒരു പള്ളി. എവിടെ പള്ളി എന്നുള്ള സ്ഥലമില്ല, ഏതാ പള്ളി എന്നുള്ള പള്ളിന്റെ പേരുമില്ല. ഇങ്ങനെ കണ്ട് കളവ് പറഞ്ഞിട്ട് മായാവി കഥ പരത്തിയിട്ട് ഇതൊക്കെ ശംസുൽ ഉലമ ചെയ്തു എന്നാ പറയണത് കേട്ടോ. വഫാത്തായി പോയ ശംസുൽ ഉലമ വന്നിട്ട് സ്വപ്നത്തില് മൂപ്പരെ വയറെന്ത് ചെയ്തു, കീറി പൊളിച്ച് ഓപ്പറേഷനും കഴിഞ്ഞിട്ട് പോയി. ഓപ്പറേഷൻ കഴിഞ്ഞ് മിനിമം ഒരു 10-15 ദിവസമെങ്കിലും കിടക്കേണ്ടി വരൂലേ? അതും വേണ്ടി വന്നില്ല എന്നർത്ഥം. അപ്പൊ ഈ ജാതി ചികിത്സ നടത്തുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ ഇന്ന് ഒരൊറ്റ ഹോസ്പിറ്റൽ നിലനിൽക്കാൻ പറ്റില്ല. കാരണം ഏറ്റവും കൂടുതൽ കേരളത്തിൽ സമസ്തക്കാരാണ്. സമസ്തക്കാർക്ക് മുഴുവൻ അങ്ങനെ ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ ശംസുൽ ഉലമക്ക് വേറെ പണിയുണ്ടാവില്ല, സമസ്തക്കാർക്ക് ഹോസ്പിറ്റലിലേക്ക് പോകും വേണ്ടിയല്ല. ബാക്കി പറയട്ടെ. ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ഇശാനിസ്കാരം കഴിഞ്ഞ് ഇശാനിസ്കരിക്കാൻ വേണ്ടി കയറി ആ പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് സുന്നത്ത് നിസ്കരിച്ചിരുന്നപ്പോ എനിക്ക് ഉറക്കം സംഭവിക്കുന്നു. ആ ഉറക്കത്തിൽ മഹാനായ ശംസുൽ ഉലമയെ ഞാൻ കാണുന്നു, മഹാനവറുകൾ പ്രത്യക്ഷപ്പെടുന്നു. ആ ഉറക്കത്തിൽ എന്തൊക്കെയോ എന്റെ ശരീരത്തിൽ നടക്കുന്നത് ഞാൻ അറിഞ്ഞു. കണ്ണ് ചിമ്മി മേപ്പോട്ട് നോക്കിയാല് പറയണൊക്കെ സത്യമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പച്ചക്കളവ് പറയാ, എന്നിട്ട് കണ്ണ് ചിമ്മി മേപ്പോട്ട് നോക്കുക. ഉറക്കത്തിൽ അയാൾക്ക് ഇശാ നമസ്കാരത്തിന് ശേഷം ഒരു മയക്കം വരികയും ആ മയക്കത്തിൽ അയാൾക്ക് എന്ത് തോന്നാണ്, ശംസുൽ ഉലമ അയാളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും വയറിന് വേണ്ട ചികിത്സ അഥവാ ഓപ്പറേഷൻ നടത്തിയിട്ട് മൂപ്പര് പോയി. ഈ ഓപ്പറേഷൻ നടത്തുമ്പോൾ കണ്ടോലും ഇല്ല കേട്ടോലും ഇല്ല, ഇയാൾ മാത്രം ഇങ്ങനെ ചെയ്തു പോയി എന്ന് പറയാന്. എന്നിട്ട് സമസ്തക്കാരെ കൂട്ടത്തിൽ കുറച്ചൊക്കെ പഠിച്ചുകൊള്ളു എന്നുള്ളൊരു നാട്ടിലുള്ള ഒരാളാണ് ഇയാള്. ഇയാളെ പൊട്ടത്തര ഈ കോലാണെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താ? ഈ കോലത്തിൽ ശംസുൽ ഉലമ ചികിത്സിക്കുന്നുണ്ട് എങ്കിൽ സമസ്തക്കാരോട് ഒരു കാര്യം ചോദിക്കാനുള്ളൂ. ഇവിടെയുള്ള ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലൊക്കെ ഏറ്റവും കൂടുതൽ വരി നിൽക്കണ ആരാ? സമസ്തക്കാരാണ്. എന്താ ശംസുൽ ഉലമക്ക് 4 വീശി പോയാൽ പോരെ? ഒരു ദിവസം രാത്രി വന്നിട്ട് പറയിപ്പിക്കരുത് വെറുതെ. ആ മനുഷ്യൻ ഖബറിൽ സ്വൈരത്തോട് കൂടി കടന്നോട്ടെ എന്നെങ്കിലും വിചാരിച്ചൂടെ നിങ്ങൾക്ക്? രാവിലെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിന് വേണ്ടി പോവുക, അടിയന്തരമായി ഡോക്ടറെ കാണണമെന്നാ പറഞ്ഞത്. അടിയന്തര മനുഷ്യൻ സമസ്തക്കാരനായി ജനിച്ചാല് ഇനി മതം പഠിച്ചിട്ടും കാര്യമില്ല, ഭൗതികം പഠിച്ചിട്ടും കാര്യമില്ല. അതിന് ഉദാഹരണമാണ് ഇയാളൊക്കെ. കുറച്ച് മതവും കുറച്ച് ഭൗതികവും 4 അക്ഷരം ഇംഗ്ലീഷും പഠിച്ചിട്ട് മൂപ്പർക്ക് ലോകം എപ്പോഴും തിരിഞ്ഞിട്ടില്ല, ഇസ്ലാമിനെ കുറിച്ച് അത്രയും തിരിഞ്ഞിട്ടില്ല.
ഇസ്ലാമിന് ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതിനൊരു തെളിവെന്തെങ്കിലും വേണ്ടേ? എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അള്ളാഹു റസൂലിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ? ഇതൊന്നും ഇല്ലാതെ പച്ച കളവ് പറയാ, എന്നിട്ട് വലിയ വിദ്യാഭ്യാസമുള്ള ആളാണ് എന്ന് സ്വയം നടിക്കും ചെയ്യാം. നിങ്ങൾ ഓപ്പറേഷന് വിധേയമാവണമെന്ന് പറയാൻ ചെന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഉസ്താദ് പറഞ്ഞു, ഇന്നും ആ സംഭവം കഴിഞ്ഞ് 10-30 കൊല്ലം കഴിഞ്ഞു, ഞാൻ ഇതാ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. ആ ഒരു അസുഖമേ എന്റെ ശരീരത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല. എവിടെന്നാ ഇതൊക്കെ സംഭവിക്കുന്നത്? ഇത് ജീവിച്ചിരിപ്പുള്ള മഹാന ചെറുവാളൂർ ഉസ്താദ്. ഇയാളൊക്കെ ഒരു പണ്ഡിതനായിട്ട് സമസ്തക്കാർ കാണുന്നിടത്തോളം കാലം ഇവരൊന്നും ഒരു കാലത്തും രക്ഷപ്പെടില്ല കേട്ടോ. ഈ ജാതി പച്ചക്കളവ്, മരിച്ചുപോയ ഒരു വ്യക്തി വന്ന് വയറ് കീറി ഓപ്പറേഷൻ നടത്തി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റ രാത്രി കൊണ്ട് അതൊക്കെ സുഖപ്പെട്ടു നേരം വെളുക്കുമ്പോ നീച്ചടക്കൽ തുടങ്ങി എന്നൊക്കെ പറഞ്ഞാല് ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരു കൗമ് മുന്നിലിരിക്കുന്നുണ്ടല്ലോ. ഇവരൊക്കെ തലച്ചോറ് എവിടെയും വല്ല മരത്തുമ്മലും വെച്ചിട്ട് മരപ്പൊത്തിലൊക്കെ വെച്ചാണ് പോകുന്നേക്കാരം വയലേക്കാന്. ഇയാളൊക്കെ തൊള്ളിയില് അയാളെ തലയിൽ കെട്ടിയ മുണ്ടെടുത്ത് തിരികെയാല് സമസ്തക്കാരെന്നോ കഴിച്ചിലാവും. കുറെ ആൾക്കാർ ഈമാൻ കിട്ടി മരിക്കും ചെയ്തിരുന്നു. ഈ ജാതി വിദ്യാഭ്യാസവും വിവരമുള്ള മനുഷ്യന്മാർ ഈ കോലത്തിൽ പറഞ്ഞാല് പടച്ച റബ്ബ് കാക്കട്ടെ.